ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് ആഘോഷിക്കും. സഖാവ് പി കൃഷ്ണപിള്ള അന്തരിച്ചിട്ട് 78 വർഷം പൂർത്തിയാവുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താനും വളർത്തിയെടുക്കാനും അഹോരാത്രം പ്രവർത്തിച്ച സഖാവ് കൃഷ്ണപിള്ളയെ പോലുള്ളൊരു നേതാവ് കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി എല്ലാ കാലത്തും കൃഷ്ണപിള്ളയെ സ്മരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു സുദീർഘകാലം ജീവിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല എങ്കിലും പാമ്പുകടിയേറ്റ് ഒളിവിൽ താമസിക്കുമ്പോഴാണ് സഖാവ് കൃഷ്ണപിള്ള 48-ൽ നമ്മെ വിട്ടുപിരിയുന്നത്. 1937-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആദ്യത്തെ സെല്ലിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് കൃഷ്ണപിള്ളയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 4 പേരാണെന്ന് ആ സെല്ല് രൂപീകരണത്തിൽ പങ്കെടുത്തത്. കൃഷ്ണപിള്ളയും EMS-ഉം NC ശേഖറും K ദാമോദരൻ. ഘാട്ടെ കൂടി പങ്കെടുത്ത ആ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സെല്ലെന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത്. 1939-ന്റെ അവസാനം കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായ നേതാക്കളെല്ലാം മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയ പാറപ്പുറ സമ്മേളനം കണ്ണൂർ ജില്ലയിൽ അന്ന് മദ്രാസിന്റെ ഭാഗമായിരുന്നു. മലബാർ പാറപ്പുറത്ത് വെച്ചാണ് CPI-യുടെ സംസ്ഥാന ഘടകം രൂപീകരിച്ചത്. അതിനെ തുടർന്ന് സഖാവ് കൃഷ്ണപിള്ള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി. തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന രീതിയിൽ കേരളത്തിലെ പാർട്ടിയെ നയിച്ചത്. എല്ലാ പോരാട്ടങ്ങളുടെയും മുമ്പിൽ കോൺഗ്രസിന്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായിട്ട് വളർന്ന സഖാവ് കൃഷ്ണപിള്ളയുണ്ടായി. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സന്ദർഭത്തിൽ കോഴിക്കോട് താൻ ഉയർത്തിപ്പിടിച്ച പതാക ബ്രിട്ടീഷുകാരുടെ പോലീസും അതുപോലെ തന്നെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘവുമെല്ലാം കടന്നാക്രമിച്ചിട്ടും ബോധം കെട്ട് വീഴുന്നതുവരെ പതാക കയ്യിൽ നിന്ന് പറച്ചെടുക്കാനാവാത്ത നിലയിൽ പ്രതിരോധം തീർത്തുകൊണ്ടാണ് അദ്ദേഹം ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോഴും ജാതി കോമരങ്ങൾക്കെതിരായി ഫലപ്രദമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് സഖാവ് കൃഷ്ണപിള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള അത്തരം പ്രക്ഷോഭങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് മുന്നേറിയത്. കർഷക സംഘം രൂപീകരിക്കുന്നതിലും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും പുന്നപ്ര-വയലാർ സമരത്തിന്റെ പോരാട്ട വീഥികളിലുമെല്ലാം ഉജ്ജ്വല നേതൃത്വമായി സഖാവ് കൃഷ്ണപിള്ള പ്രവർത്തിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷമാകുമ്പോഴാണ് സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അപ്പോഴേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ എല്ലാ മേഖലയിലും ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടി പൂർണ്ണമായ സമയം ത്യാഗപൂർണമായ രീതിയിൽ പ്രവർത്തിച്ച് സഖാവ് കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്താനുള്ള അടിസ്ഥാനമിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ട സഖാവ് കൃഷ്ണപിള്ളയെ നമ്മളിന്ന് സ്മരിക്കുമ്പോൾ കേരളത്തിലെ CPM-നെതിരായി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഇന്നലെ വരെ
പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരായി ED ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത കടന്നാക്രമം കോഴിക്കോട് തന്നെ 9 പേരെ റിയാസുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഞങ്ങൾ ഇന്നലെ അതിനെ ശക്തിയായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIMനെ കടന്നാക്രമിക്കാനാണ് CPIMന്റെ നേതാക്കളുമായിട്ട് അടുത്തു ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിന്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള കൊള്ള BJPയും സംഘപരിവാർ വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊന്നും കേരളത്തിലുൾപ്പെടെ നിലപാടുകൾ സ്വീകരിക്കാത്ത ED ഇപ്പോൾ പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള റെയ്ഡും അതുപോലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് പാർട്ടി വിരുദ്ധ ശക്തിയുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിട്ട് ED സ്ഥാനം നേടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. തൂഫാൻ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ലഹരി, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിക്കെതിരായി ശക്തിയായ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് രംഗത്ത് വന്നത്. പക്ഷേ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും സോഷ്യൽ മീഡിയയുടെ കോണ്ടാക്ട്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശന് വേണ്ടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലിനെ പിടിക്കപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അതിന്റെ ഭാഗമായ നിലപാടുകൾ കർശനമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ആ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ജില്ല മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും എന്ന് നമുക്ക് കാണാൻ കഴിയും. കസ്റ്റഡിയിൽ വാങ്ങാൻ തയ്യാറില്ല, ജയിലിലുണ്ട്, പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഫലപ്രദമായ ഒരു നിലപാടും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതാണ് VD സതീശനുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരം കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാം ഉള്ളത് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്.